ഹലോ. സുട്ടൻ്റെ ബർത്ത്ഡേക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കുഞ്ഞ് ആഘോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിരുന്ന വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഞങ്ങളുടെ സുട്ടു വന്നതോടുകൂടി സുട്ടുൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കും. വെഡിങ് ആനിവേഴ്സറി അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആഘോഷിക്കും കേട്ടോ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കേക്ക് കട്ട് ചെയ്യാൻ നിന്നിരുന്ന സുട്ടുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ കേക്ക് വീണ്ടും വാങ്ങിച്ച് ഒന്നും കൂടി ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. ആ സമയം കൊണ്ട് അവന് കത്തി ഏതാ വേണ്ടതെന്നൊക്കെ അവൻ സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്നിപ്പോൾ നമ്മുടെ 8 മണിയാണ് ഇത് കട്ട് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിള്ളേരല്ലേ, അവരവരുടെ ഇഷ്ടത്തിന് സന്തോഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ പ്രേക്ക് ആ ഒരു കേക്ക് തോന്നിങ്ങനെ വെച്ച് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ വെച്ചാലാണല്ലോ അവന് കുറച്ചുകൂടി എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സുട്ടുവിനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെപ്രാളമുള്ള കാര്യമാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കേക്കുകളൊക്കെ വാങ്ങിക്കണ്ടെങ്കിലും ആൾക്കത് തിന്നണേക്കാൾ ഇഷ്ടം അതിരുന്ന് കട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞ് വെഡിങ് ആനിവേഴ്സറിയുടെ 8th വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് സുട്ടമോന് കൊടുക്കാം കേട്ടോ. സുട്ടമോന് കൊടുക്കണതിന് മുൻപ് അവന് നമ്മുടെ കേക്കിൽ കൈയിട്ട് കുത്തി ഇളക്കാനാണ് കേട്ടോ ആൾക്ക് ആഗ്രഹം. എന്നാലും വീഡിയോ എടുക്കുന്നത് മാനിച്ച് ആളുടെ എന്താ പറയുക, ആള് അടങ്ങി ഒതുങ്ങിയിരുന്നോട്ടെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ആളുടെ അവസ്ഥ. അപ്പം നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ പീസ് നമ്മൾ സുട്ടുവിന് കൊടുത്തോട്ടോ. സുട്ടുവിന് കൊടുത്തിട്ട് എനിക്കും പ്രജിത്ത് തന്നായിരുന്നു. അതിനുശേഷം ക്യാമറയിൽ നോക്കി എനിക്ക് പ്രജിത്തിന് കൊടുക്കണം. പ്രജിത്ത് എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് വന്ന് നിന്നോട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് കട്ടയിൽ മാത്രമേ കേട്ടോ. ഈ തവണ എനിക്ക് പ്രജിത്ത് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ പ്രജിത്തിനും ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ തവണ എനിക്ക് എന്താ പറയുക, സാധാരണ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറ്. സുട്ടുവിനും അങ്ങനെയാണ്. സുട്ടുണ്ടായതിനു ശേഷം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തൊപ്പിച്ച് എനിക്ക് കിട്ടുന്ന കാശ് കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ തവണ എനിക്ക് സത്യം പറഞ്ഞാൽ ആകെ എനിക്ക് 100 രൂപയാണ്. ഞാൻ അതുകൊണ്ട് സുട്ടുവിന് ഞാൻ എന്തായാലും ഗിഫ്റ്റ് മേടിച്ചായിരുന്നേ. അപ്പോൾ പ്രജിത്തിന് അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, അങ്ങനത്തെ പരാതിയും പരിഭവങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എനിക്ക് പ്രജിത്ത് തന്ന ഗിഫ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ആഘോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.